ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധയായ ശ്രീമതി മേരി ജോർജ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി മേരി ജോർജ്, ഈ സ്വർണത്തിന്റെ വില ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം എനിക്ക് തോന്നുന്നു ഒരു 1-2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു ഇടിവ് അത് സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്നത്. 1 ലക്ഷത്തിലേക്ക് കടന്നതിന് ശേഷം സ്വർണ്ണവില കൂടുന്നതല്ലാതെ ഇതുവരെ കുറഞ്ഞിട്ടില്ല. ഇപ്പോഴാണെന്ന് കുറഞ്ഞു വരുന്നത്. ഒരു 960 രൂപയുടെ ഒരു കുറവ് വന്നു എന്ന് പറയുന്നത് ഈ ഒരു ഘട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. അതായത് 1 ലക്ഷത്തിന്റെ മുകളിൽ എത്തിയതിന് ശേഷം അവിടെ ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത് നമുക്കറിയാം. 90,000 എത്തിയതിന് ശേഷവും ഇതുപോലെ കയറ്റിറക്കങ്ങൾ കണ്ടതിന് ശേഷമാണ് 1 ലക്ഷത്തിലേക്ക് ചുവട് വെച്ചത്. ഇപ്പൊ 1 ലക്ഷത്തിൽ നിന്ന് മുകളിലേക്ക് പോയി 1,10,000 എത്തുന്നതിന് പകരം ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലനങ്ങൾ ഉണ്ടാകുന്നു. അതായത് ആഗോള സമ്പദ് വ്യവസ്ഥയില് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയുമല്ല, ഇന്നലെ നമ്മൾ വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ച ഒരു കാര്യമുണ്ടല്ലോ. സെലൻസ്കി ട്രംപിനെ കാണാൻ എത്തി. എന്തിനാണ് സെലൻസ്കി ട്രംപിനെ കാണാൻ എത്തിയത്? റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് ട്രംപിന്റെ മധ്യസ്ഥത കിട്ടാൻ വേണ്ടിയാണ് ട്രംപിനെ കാണാനായിട്ട് സെലൻസ്കി എത്തിയത്. പക്ഷെ അപ്പോ എന്തായിരുന്നു റഷ്യയുടെ പ്രതികരണം, പുതിന്റെ പ്രതികരണം? ഒരു കാരണവശാലും ഈ യുദ്ധം അവസാനിപ്പിക്കില്ല. അത് സെലൻസ്കി കാണാൻ പോയത്, അതായത് അവിടെ ചില പ്രവിശ്യകൾ അതായത് റഷ്യ പിടിച്ചെടുത്തിരിക്കുന്ന ചില ഭാഗങ്ങൾ തിരിച്ചു വിട്ടുകൊടുക്കണം യുക്രൈന് എന്ന ഡിമാൻഡൊക്കെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും എല്ലാവരും ചേർന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് റഷ്യയോട്. ഈ കളി, അതായത് റഷ്യ യുക്രൈൻ പ്രതിസന്ധി ഒത്തൊരുമയിൽ എത്താൻ വേണ്ടി അങ്ങനെ ചില വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആവശ്യപ്പെട്ട ആ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല. അതിനുവേണ്ടി യുക്രൈൻ പ്രസിഡന്റ് പോയിട്ട് ട്രംപിനെ കാണുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന്. അപ്പൊ തന്നെ അവിടെ ഒരു പുക ആരംഭിച്ചു. അതായത് പശ്ചിമേഷ്യയിൽ വീണ്ടും പുകയുന്നു. ഇനി ഒരുപക്ഷെ വീണ്ടും പഴയതുപോലെ പുകപടലങ്ങൾ ഉണ്ടായേക്കാം എന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതോടുകൂടി അതായത് ഈ പറയപ്പെട്ട ഈ ചാഞ്ചാട്ടം, അതായത് നമുക്കറിയാം യൂറോപ്പിലും അതുപോലെ അമേരിക്കയിലും മറ്റെല്ലാ പാശ്ചാത്യ രാജ്യങ്ങളിലും ക്രിസ്മസ് ആഘോഷമാണ്, ന്യൂ ഇയർ ആഘോഷവും. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം കൊണ്ടാണ് 1 ലക്ഷത്തിന് മുകളിലേക്ക് സ്വർണത്തിന്റെ വില കയറിയത്. അങ്ങനെ ആ ആഘോഷം ഏകദേശ പർച്ചേസസ് ഒക്കെ നടത്തി കാണും. ആഘോഷം ഒരു പരിധി വരെ അതിന്റെ ഏറ്റവും വലിയ ഉച്ചസ്ഥായിയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ട്രംപ് കാണാനായിട്ട് യുക്രൈൻ പ്രസിഡന്റ് എത്തുന്നു. റഷ്യ ഇതുപോലെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നു. അപ്പൊ അതോടുകൂടി അതോടുകൂടി ശരിക്കു പറഞ്ഞാൽ സ്വർണത്തിലേക്ക് വില തിരിച്ചു കയറുകയാണ് വേണ്ടിയിരുന്നത്. പക്ഷെ സ്വർണത്തിൽ നിന്ന് പതുക്കെ ഇറങ്ങുന്നു എന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, അതായത് പ്രധാനമായിട്ടും ട്രംപ് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള, അതായത് നമ്മുടെ ഇന്ത്യയുമായിട്ടുള്ള കരാറ്, ഇത് എന്താണ് നമ്മുടെ താരിഫ് 50% ഉയർത്തിയ ആ താരിഫ് കുറച്ച് ഈ ഫസ്റ്റ് വീക്ക് ഓഫ് ജനുവരിയിൽ തന്നെ, ഈ ആരംഭത്തിൽ തന്നെ അത് കുറച്ച് ഒരു 15-20% കുറച്ച് കൊണ്ടുവരാനുള്ള, അതായത് ഇന്ത്യയും US-ഉം തമ്മിൽ എഗ്രിമെന്റിലെത്തും. അതുപോലെ ചൈനയും റഷ്യയും തമ്മിലും ഒരു എഗ്രിമെന്റിലെത്താൻ സാധ്യതയുണ്ട് ഒട്ടും താമസിയാതെ. കാരണം അതായത് അമേരിക്കയിൽ ഒരു ഒരു ഡിഫ്ലേഷണറി സിറ്റുവേഷൻ ഉണ്ട്. ആ ഡിഫ്ലേഷണറി സിറ്റുവേഷന്റെ ഒക്കെ കാരണമായിട്ട് എതിരാളികൾ തിരിയുന്നത് ട്രംപിന്റെ നേരെയാണ്. ട്രംപ് ഐ വിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞ് ഭരണം തുടങ്ങി ആകെപ്പാടെ ആഗോളതലത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. അതിന്റെ അനുരണനങ്ങൾ അമേരിക്കയും അനുഭവിക്കേണ്ടി വരുന്നു. ആ തരത്തില് അദ്ദേഹത്തെയും വിമർശിക്കാൻ തുടങ്ങിയിരിക്കുന്നു അമേരിക്കയിൽ നിന്ന് തന്നെ. ഷട്ട് ഡൗൺ കാലത്ത് തന്നെ ട്രംപിനെ വളരെയധികം വിമർശിച്ചിരുന്നു. അപ്പോഴാണല്ലോ മസ്ക് ഒക്കെ വിട്ടുപോകുന്നതും ഒക്കെ. അപ്പൊ ഇപ്പോഴും
ഈ ട്രംപിനെ അതായത് ട്രംപിനെ കുറ്റപ്പെടുത്തുന്നതിൽ അവരൊക്കെ ഒരു പരിധി വരെ വിജയിക്കുന്നു. കാരണം യഥാർത്ഥത്തിൽ ട്രംപ് ഒരു കുറ്റവാളി തന്നെയാണ്. ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങളിലും പ്രതിസന്ധി സൃഷ്ടിച്ചു. വ്യാപാര നിരക്കുകൾ വർദ്ധിപ്പിച്ച ഒരു വ്യാപാര യുദ്ധം തുടങ്ങി വെച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. ആ സാഹചര്യത്തിലാണ് അതായത് ഈ പറയപ്പെട്ട ഗോൾഡിന്റെ വില ഉയർന്നത്. 64,000-ൽ നിന്ന് 1,04,440 വരെ എത്തിയത്. ഇപ്പൊ ഒരു ശകല മാറ്റം. ആ മാറ്റം ഒരുപക്ഷെ ഇനിയും കൂടുതൽ മാറ്റം താഴേക്ക് വരാം. ഇന്ത്യയും US-ഉമായിട്ട് കരാറിൽ ഒപ്പിട്ടാൽ, US-ഉം ചൈനയുമായും ഒരു കരാറിൽ ഒപ്പിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ, അതുപോലെ തന്നെ US-ന്റെ സഹായത്തോടു കൂടി റഷ്യ യുക്രൈൻ കരാർ ആവുകയാണെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള ഒരു സന്നിഗ്ധാവസ്ഥ സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ സ്വർണത്തിന്റെ വില തീർച്ചയായിട്ടും 1,00,000-ൽ നിന്ന് താഴേക്ക് വരും. അതുകൊണ്ട് സ്വർണത്തിന്റെ വില അതേ സമയത്ത് മറിച്ചാണ് സംഭവിക്കുന്നത് എങ്കിൽ, അതായത് ഈ സമാധാന ചർച്ചകളൊക്കെ പരാജയപ്പെടുകയും അതുപോലെ ഈ പറയപ്പെട്ട വ്യാപാര താരിഫുകളൊന്നും കുറയ്ക്കാതിരിക്കുകയും ഒക്കെ ചെയ്ത് തന്നിഷ്ടപ്രകാരം ട്രംപ് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ സ്വർണത്തിന്റെ വില 1,16,000 ഒക്കെ ആയിട്ട് ഉയരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് സമാധാനിക്കാം. സ്വർണത്തിന്റെ വില താഴോട്ട് വരും എന്ന് പ്രത്യാശിക്കാം. ആഗോള സമ്പദ്ഘടനയും അതുപോലെ തന്നെ വെസ്റ്റ് ഏഷ്യയും ഒരു കുറച്ച് സമാധാനത്തിലേക്ക് എത്തിച്ചേരും. അതാണ് ലോകത്തിന്റെ ആവശ്യം എന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. വളരെയധികം നന്ദി ശ്രീമതി മേരി ജോർജ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.